നമുക്കിന്ന് ചോറിന് കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തി തയ്യാറാക്കിയാലോ. സവാളയാണ് എടുത്തിരിക്കുന്നത്, ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത്, ഒരു 6 എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു 10-12 കുഞ്ഞുള്ളി എടുത്താൽ മതി. പാൻ ചൂടായതിലേക്ക് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 11 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. മുളകെല്ലാം നന്നായി ഒന്ന് മൂത്ത് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടീസ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് പോകണ്ട. തേങ്ങയിൽ ഒരു പാതി മൂപ്പായി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി ഒരു പാതി മൂപ്പായി കിട്ടിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിച്ചമ്മന്തിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്